നോമ്പുകാല ധ്യാനം 14-ാം ദിവസം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമായ ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിനു വേണ്ടി കെട്ടിയിടപ്പെട്ട കഴുതയാകാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ പ്രധാന ചിന്തയും ആഗ്രഹവുമായിരിക്കേണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ, അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. വിനയാന്യതനായി കഴുതക്കുട്ടിയുടെ പുറത്തിരുന്നാണ് ക്രിസ്തു പീഡാനുഭവങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ജെറൂസലേം രാജകീയ പ്രവേശനം നടത്തുന്നത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതയായിരുന്നു ക്രിസ്തുവിനാവശ്യം. ഇതൊരു ധ്യാന വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഏതാശയങ്ങൾക്കും ആദർശങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കയറിയിറങ്ങിപ്പോകാവുന്ന ഒരിടമായിരുന്നില്ല അവൻ ആഗ്രഹിച്ചത്. ജീവിതത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം നൽകുന്നവൻ്റെ ഹൃദയത്തിൽ ഇരിക്കാനാണ്. ഹൃദയ വ്യാപാരങ്ങൾക്ക്, ചിന്തകൾക്ക്, വിശ്വാസത്തിന്, നിന്റെ സമർപ്പണത്തിന് പോലും സ്ഥിരതയുണ്ടാവണം എന്നതും ചേർത്ത് ധ്യാനിക്കേണ്ടതാണ്. കടിഞ്ഞാണില്ലാത്ത കഴുത വളർച്ചയുടെ നാമ്പുകൾ തിന്ന് നാടും സഭയും നശിപ്പിക്കാൻ കാരണമാകും. കണ്ണുകളിൽ ആസക്തി, കേൾവികളിൽ അശ്ലീലം, നടത്തത്തിൽ അഹംഭാവം, വീക്ഷണങ്ങളിൽ ദ്രവ്യാഗ്രഹം, ഇങ്ങനെ അശുദ്ധമായതെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കെട്ടിയിടപ്പെടേണ്ടതുണ്ട്. ഈ കെട്ടിയിടൽ അടിമത്തമല്ല, മറിച്ച് ആത്മീയ സ്വാതന്ത്ര്യമാണ്. ആത്മാവിനെ തുറന്നുവിടണമെങ്കിൽ ശരീരത്തെ കെട്ടിയിടപ്പെടേണ്ടതുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുടെ ഒതുക്കം, അച്ചടക്കവും ശാന്തതയും നിരന്തര പ്രാർത്ഥനയും വഴി സമർപ്പണ വഴികളിലെ ഇടർച്ചകളിൽ നിന്നുള്ള അതിജീവനം ഒക്കെയായി ക്രിസ്തുവിനു വേണ്ടി സ്വയം കെട്ടിയിടുമ്പോഴാണ് അവന് നിന്റെ ഹൃദയത്തിലേറി ഇരിക്കാൻ സാധിക്കുക. ഓർക്കുക, കെട്ടിയിടപ്പെട്ട കഴുതയാണ് ക്രിസ്തുവിനാവശ്യം. ക്രിസ്തുവിൻ്റെ രാജകീയമായ മഹത്വത്തിൻ്റെ 2-ാം വരവിന് അവനെ എതിരേൽക്കാൻ അവനു വേണ്ടി ആരും കയറാത്ത കെട്ടപ്പെട്ട കഴുതയാകാൻ വിശുദ്ധിയുടെ ഈ വീണ്ടെടുപ്പ് കാലത്ത്, ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ സഹായിക്കട്ടെ.